നമ്മൾ ഇൻഡോർ സ്റ്റാർട്ട് ചെയ്യുന്ന സീഡ്സ്. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്നത് ബേസിലിൻ്റെ വെറൈറ്റീസാണ്. ബേസിൽ ഹെർബ്. അപ്പോൾ 8 വെറൈറ്റിയാണ് ഞാനിവിടെ സെലക്ട് ചെയ്തേക്കുന്നത്. ബേസിൽ ലൈം, ബേസിൽ ഇറ്റാലിയൻ ലാർജ് ലീഫ്, ബേസിൽ സ്പൈസി ക്ലോവ്, ബേസിൽ ഹോളി ഗ്രീൻ നമ്മുടെ നാട്ടിലത്തെ തുളസി, ബേസിൽ ഡാർക്ക് കോപ്പർ, ബേസിൽ തായ്, ബേസിൽ സ്വീറ്റ്, ബേസിൽ ലെമൺ. അപ്പോൾ ഇങ്ങനെ 8 വെറൈറ്റിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ കാണിച്ചത് അതേ മെത്തേഡ് തന്നെയാണ് നമ്മുടെ സീഡ് സ്റ്റാർട്ടിംഗ് മിക്സ്. ഒൺലി തിങ് ഈസ് ഈ പ്രാവശ്യം ഞാൻ വേറൊരു ബ്രാൻഡാണ് സീഡ് സ്റ്റാർട്ടിംഗ് മിക്സ്. അപ്പോൾ പല ബ്രാൻഡ് പല മാസങ്ങളിൽ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഇൻ ഫ്യൂച്ചറിൽ ഏറ്റവും ബെസ്റ്റ് സീഡ് സ്റ്റാർട്ടിംഗ് മിക്സ് നമുക്കൊരു എക്സ്പെരിമെൻറ്റേഷൻ പോലെ നമുക്കൊരു റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ ഞാനിങ്ങനെ ട്രേ അല്ലാതെ സീഡ് സ്റ്റാർട്ടിംഗ് മിക്സ് നിറച്ചിട്ട് പിന്നെ ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ ലേബിളും ചെയ്തിട്ടുണ്ട് ഏത് സീഡ് ഇതാന്ന്. അപ്പോൾ അങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചേക്കുവാണ്. പിന്നെ നമ്മുടെ വെർമിക്കലൈറ്റ് എൻ്റെ മുകളിൽ ആഡ് ചെയ്ത് കൊടുക്കാനും പിന്നെ സോയിൽ എൻ്റെ മുകളിൽ ആഡ് ചെയ്ത് കൊടുക്കാനും. അപ്പോൾ ഇതൊക്കെ റെഡിയാക്കി വെച്ചേക്കുവാണ്. ഇനിയിപ്പോൾ നമ്മൾ ഓരോ സീഡ് ഇതിൽ ഗ്രോ ചെയ്യും. അപ്പോൾ നമുക്കത് ചെയ്യാം. അപ്പം ഞാനിതിൻ്റെ അകത്ത് ഇങ്ങനെ ഓരോ സീഡുകൾ ഇട്ടു. കണ്ടോ, സീഡ് കിടക്കുന്ന സീഡ് ഇട്ടു. ഇനി നമ്മൾ അതിൻ്റെ മുകളിൽ കുറച്ച് നേരത്തെ പോലെ തന്നെ സോയിലിങ്ങനെ ചെയ്യും. അപ്പം ഞാൻ വേറൊരു എക്സ്പെരിമെൻറ്റും കൊണ്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഈ സീഡ് ട്രേയിൽ ജെർമിനേറ്റ് ചെയ്യാത്തത്, സോ വാട്ട് ഐ ആം ഗോയിങ് ടു ഡു ഇസ് ഒരു ബാഗി മെത്തേഡ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ടല്ലോ, ആ മെത്തേഡ് ചെയ്യും. ആദ്യം ഞാൻ സീഡ് ട്രെയിൽ ചെയ്യും. എന്നിട്ട് എൻ്റെ സെറ്റപ്പിൽ തന്നെ എല്ലാം ജെർമിനേറ്റ് ചെയ്യാനുള്ള ഡേയ്സ് എങ്ങനെയാണെന്ന് നോക്കും. ജെർമിനേറ്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ പിന്നെ ഇൻഡോറിൽ കൊണ്ടുപോയി ഹീറ്റ് മാറ്റിൽ ഒരു 7 to 8 days നോക്കും. എന്നിട്ടും അത് ജെർമിനേറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ ബാഗി മെത്തേഡ് നോക്കും. ബാഗി മെത്തേഡിൽ ജെർമിനേറ്റ് ചെയ്തിട്ട് നമ്മൾ സീഡ് ട്രേയിലേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യും. അതും ചെയ്തില്ലെങ്കിൽ വേറൊരു മെത്തേഡ് ഞാൻ കണ്ടായിരുന്നു, നമ്മുടെ സ്നെയിൽ സീഡിങ് മെത്തേഡ്. അപ്പോൾ അത് ചെയ്യും. അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ട്രൈ ചെയ്തിട്ട് അപ്പോൾ നമുക്ക് നല്ലൊരു ജേർണൽ ചെയ്യാം ഏതൊക്കെ സീഡ് ഏതൊക്കെ മെത്തേഡിലാണ് ഏറ്റവും ഫാസ്റ്റ് ഓർ അതിൻ്റെ ജെർമിനേഷൻ നന്നായിട്ട് നടക്കുന്നതെന്ന്. അപ്പോൾ സോ 2025 ഫുൾ ഓഫ് എക്സ്പെരിമെൻറ്റേഷൻ ആണ്. 2026 നമുക്കപ്പോൾ നല്ലൊരു മെത്തേഡ് കിട്ടും. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ അത് മൂടി കൊടുത്തു. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബേസിലിൻ്റെ സീഡ് സ്റ്റാർട്ടിങ് കഴിയും. ഓക്കെ, സോ ഇന്നപ്പോൾ നമ്മൾ ഈ വെറൈറ്റീസാണ് 8 വെറൈറ്റീസ് ചെയ്യാൻ കാര്യം. ഒരെണ്ണം എനിക്കൊരു ക്യൂരിയോസിറ്റി, രണ്ടാമത്തത് ഏറ്റവും ബെസ്റ്റായിട്ട് ഇവിടെ ഗ്രോ ചെയ്യുന്നത് നമുക്ക് ഫൈൻഡ് ചെയ്യാം. എന്നിട്ട് പിന്നെ നമുക്കത് ഗ്രോ ചെയ്താൽ മതിയല്ലോ. അപ്പം ഞാനൊരു ബെഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഗാർഡൻ ബെഡ്, ബേസിൽ ഡിഫറെൻറ്റ് വെറൈറ്റി ബേസിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനായിട്ട്. അപ്പോൾ മാർച്ച് ആകുമ്പോഴത്തേക്കും നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാം. ഓക്കെ, സോ ഹോപ്പ് യു എൻജോയ് ദ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.